സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പരമേശ്വരനും വരണം സൂര്യയും കൂടി ഓഫീസിലിരുന്ന് സംസാരിക്കുന്നതാണ്. അവർ ബെഞ്ചമിനെയും കൂടി തങ്ങളുടെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ബെഞ്ചമിൻ അവിടെ എത്തുക. ബെഞ്ചമിൻ എത്തുന്നതും ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അന്നേരം പരമേശ്വരൻ പറയണേ, ബെഞ്ചമിൻ, നമ്മുടെ കമ്പനിയിലെ അക്കൗണ്ട്സുകളൊക്കെ പരിശോധിച്ചതിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു തിരിമറി തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് തന്നോട് ഞാൻ കുറച്ച് ദിവസം മുമ്പേ സൂചിപ്പിച്ചതാണല്ലോ. അന്നേരം വളരെയധികം ആവശ്യത്തോടെയാണ് അതിനോട് പ്രതികരിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വിശദമായിട്ട് കണ്ടെത്താമെന്നും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നെ താൻ സമർപ്പിക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊന്നും കണ്ടില്ല. ഇവിടെ വരെ എത്തി തൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ അതറിയാൻ വേണ്ടിയാണ് തന്നെ വിളിപ്പിച്ചത്. ഈ സമയം ബെഞ്ചമിൻ പറയണേ, അത് പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്പനിയിലുള്ള ഏറ്റവും ഉയർന്ന പൊസിഷൻ തൊട്ട് ഏറ്റവും താഴെ പൊസിഷനിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും വരെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അവരോട് സംസാരിച്ച് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ശേഖരിച്ച് അതെല്ലാം നല്ലപോലെ അനലൈസ് ചെയ്ത് വേണമല്ലോ റിപ്പോർട്ട് തയ്യാറാക്കാൻ. അതിന് കുറച്ചുകൂടി സമയം എനിക്ക് ആവശ്യമായിട്ട് വരും. അന്നേരം സൂര്യ പറയണേ, ശരി ബെഞ്ചമിൻ, അതിന് താൻ ആവശ്യമുള്ളത്ര സമയം എടുത്തോളൂ. പക്ഷേ എന്നാലും ഈ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസമായില്ലേ. അപ്പോൾ അതിനകം ഇതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ടായിട്ടുള്ളൊരു റിപ്പോർട്ടെങ്കിലും താൻ തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. താൻ ഇതൊക്കെ ഒന്ന് പഠിച്ച് എന്തൊക്കെയാണ് ഇതിലെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. അതെന്താണെന്ന് പറഞ്ഞാലും മതി. ഈ സമയം പരമേശ്വരൻ ചോദിക്കുന്നുണ്ട്, അല്ല ബെഞ്ചമിൻ അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരനാണെന്നാണല്ലോ വരൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ കമ്പനി എവിടെയാണ്? അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? അന്നേരം സൂര്യ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? ബെഞ്ചമിൻ പറയുന്നേ, ബെഞ്ചമിൻ്റെ അച്ഛൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? അന്നേരം ബെഞ്ചമിൻ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. ഓ അങ്ങനെയാണോ? ബെഞ്ചമിനത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പറയണമെന്നില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബെഞ്ചമിൻ എന്തെങ്കിലും പറയാനുണ്ടാകുമല്ലോ, അത് പറഞ്ഞാൽ മതി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്? അവരെയൊന്നും നമുക്കങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് സ്നേഹിച്ച് നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിയവർ തന്നെയായിരിക്കും നമ്മളെ ചതിക്കുന്നത്. അങ്ങനെ സൂര്യയുടെ പരമേശ്വരൻ്റെ സംസാരമൊക്കെ കേൾക്കുന്നതും ബെഞ്ചമിൻ എന്തോ ഒരു ഡൗട്ട് അടിക്കുവാണ്. ബെഞ്ചമിൻ പറയണേ, വരുൺ സാർ എന്താ ഇതൊക്കെ? എന്താ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തോ എന്നെ സംശയമുള്ള പോലെയാണല്ലോ സാറിൻ്റെ അച്ഛൻ്റെയും ചേട്ടൻ്റെയൊക്കെ സംസാരവും പെരുമാറ്റമൊക്കെ കേട്ടാൽ. ഇത്രയ്ക്കും ഇവരൊക്കെ പറയാൻ ഞാൻ എന്താ ചെയ്തത്? എൻ്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്കാണ് ഉണ്ടായിട്ടുള്ളത്? അന്നേരം വരുൺ പറയണേ, എടോ ബെഞ്ചമിൻ, നമുക്ക് കമ്പനിയുള്ള പ്രശ്നങ്ങൾ എത്ര പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടത് ആ ഒരു ചിന്ത മാത്രമേ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാവരും ഒന്ന് ചോദ്യം ചെയ്തണം. നമ്മുടെ കൂടെ തന്നെ ഒരാളാണ് നമ്മളെ ചതിക്കുന്നതെങ്കിൽ അത് കണ്ടെത്തിയാലേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് താനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ലെങ്കിലും ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന എൻ്റെ മാനേജറല്ലേ. അതുകൊണ്ട് ഇവിടെയുള്ള മറ്റ് സ്റ്റാഫുകളെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ആദ്യം തൻ്റെ ഫോൺ തന്നെ പരിശോധിച്ച് തുടങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ബെഞ്ചമിൻ, തൻ്റെ ഫോൺ എടുത്ത് ഇവിടെ വെക്ക്, ഞങ്ങളത് പരിശോധിക്കട്ടെ. താൻ പേടിക്കണ്ട, തൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കമ്പനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസോ മറ്റോ ഉണ്ടോ എന്നൊരു ചെക്ക് ചെയ്യാൽ അത്രേ ഉള്ളൂ. സോറി സാർ, എനിക്കതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാ ബെഞ്ചമിൻ പറയണേ. അന്നേരം സൂര്യ പറയണേ, അതെന്താ ഇത്ര ബുദ്ധിമുട്ട്? ബെഞ്ചമിന് പ്രത്യേകിച്ച് ഒളിക്കാനും മറക്കാനും ഒന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? വരൻ പറഞ്ഞല്ലോ, ബെഞ്ചമിനിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കും ഇതത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ബെഞ്ചമിൻ അവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുന്നതല്ലേ. ബെഞ്ചമിനൊന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ എന്ത് പറ്റി? അന്നേരം ബെഞ്ചമിനാണെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിന്ന് മനസ്സിലാകുവാണ് കേട്ടോ. അങ്ങനെ ബെഞ്ചമിൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്കൂട്ടാകാൻ ശ്രമിക്കുവാണ്. അന്നേരം സൂര്യ ബെഞ്ചമിനെ തടയുന്നുണ്ട്. എന്നാൽ ബെഞ്ചമിനാണെങ്കിൽ സൂര്യയെ തള്ളി മാറ്റി അവിടെ നിന്ന് ഓടിക്കളയുക. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, വരുൺ, സൂര്യ അവനെ വിടരുത്, അവനാ നമ്മളെ ചതിച്ചത്, വെറുതെ വിടാൻ പാടില്ല അവനെ. അങ്ങനെ വരുണും സൂര്യയും കൂടി ഉടനെ തന്നെ ബെഞ്ചമിൻ്റെ പിന്നാലെ വണ്ടിയും എടുത്ത് ഫോളോ ചെയ്ത് പോകുവാണ് കേട്ടോ. ഈ സമയം ബെഞ്ചമിനാണെങ്കിൽ പറപ്പിച്ച് വിടുവാണ്. പിന്നാലെ വരുണും സൂര്യയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അന്നേരം വരുണിനോട് സൂര്യ പറയണേ, വരുൺ, ഒരു കാരണവശാലും അവനെ വിടാൻ പാടില്ല, അവനെ നമുക്ക് കൈയോടെ പിടികൂടണം. എന്നാലേ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ കമ്പനി തകർക്കാൻ നോക്കിയ ആ ശത്രു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണം വരുൺ. വേണോ ഏട്ടാ, സത്യത്തിൽ ഇവനെ ഞാൻ വിശ്വസിച്ചു, ഇവൻ അന്തോട്ട് വിശ്വസിച്ച് ഞാൻ കൂടെ നിർത്തി. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കമ്പനി ഇനി അനുഭവിക്കുന്ന എല്ലാ ക്രൈസിസിനും കാരണം. അവനെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞാൽ വരുണും പറപ്പിച്ച് വിടുവാണ്. ഇതേസമയം ബെഞ്ചമിനാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ചന്ദ്രശേഖരനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. സാർ, ആകെ കുഴപ്പമായി. എല്ലാവരും ഞാൻ ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു. ഞാനാണ് കൂടെ നിന്ന് ചതിച്ചതെന്ന് വരുണും അവൻ്റെ അച്ഛനും ചേട്ടനും എല്ലാവരും മനസ്സിലാക്കി. എന്നെ അവർ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ കയ്യിൽ നിന്ന് തലനാരയൊക്കെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ അവർ വിട്ടിട്ടില്ല, എൻ്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഞാനെങ്ങാനും അവരുടെ കയ്യിൽ പെട്ടാൽ പിന്നെ അതോടെ എല്ലാം തീർന്നു.
അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ബെഞ്ചമിൻ, ഒരു കാരണവശാലും താൻ വരണിൻ്റെയും സൂര്യയുടെ കയ്യിൽ പെടാൻ പാടില്ല. ഒരു കാര്യം ചെയ്യ്, താൻ നേരെ ചെന്ന് ലെഫ്റ്റ് എടുക്കുക. അവിടെ നമുക്കൊരു ഗോഡൗൺ ഉണ്ട്. അങ്ങോട്ടേക്ക് എൻ്റെ പിള്ളേരെയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാം. താൻ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടാൽ മാത്രം മതി. പിന്നീട് വരണ്യ സൂര്യയുടെയൊക്കെ കാര്യം നമ്മുടെ പിള്ളേർ നോക്കിക്കോളും. തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ആ ഗോഡൗണെല്ലാം അങ്ങോട്ടേക്ക് എത്തുന്നത് വരെ താൻ ഒരു കാരണവശാലും വരണിൻ്റെയും സൂര്യയുടെ കണ്ണിൽ പെടാൻ പാടില്ല. അവരുടെ കയ്യിൽ നിന്ന് താൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പിടികൊടുക്കരുത്. ശരി സാർ, അത് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ബെഞ്ചമിൻ ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ ബെഞ്ചമിൻ വീണ്ടും സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുവാണ്. എന്നാൽ വരണ്ടും സൂര്യൻ വേഗം തന്നെ വണ്ടി ഓടിച്ച് ബെഞ്ചമിൻ്റെ വണ്ടിക്ക് കുറുകെ വരച്ച് ബെഞ്ചമിനെ ബ്ലോക്ക് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ സൂര്യൻ വരണ്ടും കൂടി ചേർന്ന് ബെഞ്ചമിനെ പിടിച്ചു വലിച്ച് പുറത്തിറക്കി ബെഞ്ചമിനിട്ട് നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട്. ഈ സമയം ബെഞ്ചമിനും തിരിച്ച് വരനോട് സൂര്യയോട് ഫൈറ്റ് ചെയ്യുവാണ്. ഇതേ സമയത്ത് തന്നെ ചന്ദ്രശേഖരൻ അയച്ച ഗുണ്ടകളും അവിടെ എത്തുന്നുണ്ടാകും. അങ്ങനെ അവരെല്ലാവരും കൂടി ഭയങ്കര ഫൈറ്റ് നടക്കുവാണ് കേട്ടോ. വരുണാണെങ്കിൽ ബെഞ്ചമിനെ തല്ലി അവശനാക്കിയിട്ടിരിക്കുക. ഇതിൻ്റെ പിന്നിൽ ആരാടാ പ്രവർത്തിച്ചത്? സത്യം പറയണം, നിന്നെക്കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് ആരാണ്? ഞങ്ങളുടെ കമ്പനി തകർക്കാൻ ശ്രമിച്ചത് ആരാണ് എന്നൊക്കെ വരുൺ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ബെഞ്ചമിനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ ആ ഗുണ്ടകളെല്ലാം തല്ലി ഒതുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗുണ്ട സൂര്യയുടെ നെഞ്ചത്തിട്ട് ചവിട്ടുകയും സൂര്യ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സൂര്യ അങ്ങനെ അവിടെ തളർന്നു വീഴുവാണ്. അത് കാണുന്നതും വരുൺ സൂര്യയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. സൂര്യനെ രക്ഷിക്കാനും പിടിച്ചെണീപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം ആ ഗുണ്ടകൾ ബെഞ്ചമിനെയും കൊണ്ട് അവിടെ നിന്നും കാറിൽ കയറി രക്ഷപ്പെടുവാണ്. അത് കണ്ടിട്ട് സൂര്യ പറയുന്നുണ്ട്, വരുൺ, അവനെ വിടരുത്, അവനെ വിട്ട് കളയില്ലേ വരുൺ. എന്നാൽ വരുണിനെ പിടികൂടാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നീട് സൂര്യനെയും കൂട്ടി വരുൺ തിരിച്ചു പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധികനെയും കൂട്ടി ശ്യാമ നേരെ ഒരു റൂമിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു അലമാരിയുണ്ട്. അത് കാണിച്ചു കൊടുത്തിട്ട് രാധികയോട് പറയണേ, മോളിച്ചല്ലേ, ചെന്നത് തുറന്നു നോക്ക്. ഈ സമയം അമൃതം ഉണ്ടാകും കേട്ടോ. അങ്ങനെ രാധിക ചെന്ന് ആ അലമാരി തുറക്കുമ്പോൾ അതിൽ കുറേ കുട്ടി ഉടുപ്പുകളും കുറേ സമ്മാനങ്ങളും ചെറിയ കുഞ്ഞു കുഞ്ഞു വളകൾ, കുപ്പി വളകൾ, മാലകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുമാണ് കേട്ടോ. അതൊക്കെ കണ്ട് അത്ഭുതത്തോടെ രാധിക അതെല്ലാം നോക്കുക. ഈ സമയം അമൃത പറയുന്നുണ്ട്, ഇതെല്ലാം ശ്യാമ രാധിക മോൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാ. കുട്ടിക്കാലം തൊട്ട് എവിടെ പോയാലും, എന്ത് ഉത്സവപ്പറമ്പിൽ പോയാലും, എന്ത് കളിപ്പാട്ടം കൊണ്ടാലും അപ്പം തന്നെ മോൾക്ക് വേണ്ടി ഒരെണ്ണം വാങ്ങി വെക്കും. അങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളതാ ഇതെല്ലാം. അതൊക്കെ കണ്ട സന്തോഷത്തോടെ ഓരോ സാധനങ്ങളായിട്ടെടുത്ത് അമ്മയുടെ മനസ്സിൽ തന്നോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് വീണ്ടും വീണ്ടും തിരിച്ചറിയുവാണ്ട് രാധിക. ഈ സമയം ശ്യാമ വന്നിട്ട് പറയണേ, മോളെ, അമ്മയുടെ ജീവിതത്തിൽ എൻ്റെ മോളെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഇത്ര നാളും എൻ്റെ സ്വപ്നലോകത്തിലുള്ള മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം ഞാൻ ഒരുക്കി വെച്ചത്. ഇപ്പോൾ ആ മോള് തന്നെ എൻ്റെ മുമ്പിൽ വന്നില്ലേ. ഇനിയുള്ള എൻ്റെ സ്നേഹം മുഴുവൻ നിനക്കാ. എനിക്ക് ഇതുപോലെ കൊതു തീരുവോളം നിനക്ക് ഓരോന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു തന്നെ. അങ്ങനെ രാധിക ആ വളയിലെടുത്ത് നോക്കിയിട്ട് പറയണേ, അമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ, അതെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതൊന്നും എൻ്റെ കയ്യിൽ പാകവുമില്ല, പക്ഷേ എല്ലാം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർക്കുവാണ്. അങ്ങനെ രാധികയുടെ ആ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അങ്ങോട്ടേക്ക് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ വരുവാണ്. അങ്ങനെ പത്മിനി അവരെ കാണുന്നതും അകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അവർ പരമേശ്വരനെ കാണാമെന്ന് പറയുക. അന്നേരം മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുമായിരിക്കും. പത്മിനി അങ്ങനെ പരമേശ്വരനെ വിളിക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലുവാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയൊക്കെ താഴത്തേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി, ആരാ ഇത്? ഇത് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥരാ, പരമേശ്വരനെ കാണാൻ വന്നിരിക്കുക. നിങ്ങളോട് പറഞ്ഞത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ പുച്ഛത്തോടെ പറയുവാണ്ടോ മുത്തശ്ശി. ഈ സമയം പരമേശ്വരനും പത്മിനിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ കുര്യനോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പ്രത്യേകിച്ച് ഇങ്ങോട്ട്? അന്നേരം അയാൾ പറയണേ, അത് പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ പറയുന്നതും അവിടെ ഉള്ള എല്ലാവരും ഒന്ന് പരിഭ്രമത്തോടും ടെൻഷനോടും കൂടി ഇരിക്കുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ബാങ്കിലെ പ്രതിസന്ധിയും കമ്പനിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ പറയുവാണ്. മാത്രമല്ല കണിമംഗലം കുടുംബം തന്നെ ജപ്തിയുടെ വക്കീലാണെന്നുള്ള സത്യവും ബാങ്കുകാർ വെളിപ്പെടുത്തുവാണ് കേട്ടോ. അതൊക്കെ അറിഞ്ഞ് ചങ്ക് പൊട്ടി നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയൊക്കെ. ഇതറിയുമ്പോൾ കൽപ്പനക്കും ഉർവശിക്കൊക്കെ സന്തോഷമാകുവാണ്. അങ്ങനെ ബാങ്കുകാർ ഉടനെ തന്നെ ജപ്തി നടപടികൾ ഉണ്ടാകുമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ സമയം പരമേശ്വരനാകെ തകർന്നു പറയണേ, എല്ലാം നമ്മുടെ നഷ്ടമാകുവാണ്. നമ്മൾ ഇത്ര നാൾ ജീവിച്ച ഈ വീട് പോലും ജപ്തിയുടെ വക്കീലെത്തി. അത്രയും വലിയ പടുകുഴിയിലേക്ക് നമ്മുടെ കുടുംബം ചെന്നുപെട്ടത്. ഇപ്പം ഞാൻ തോൽവി സംഭവിച്ചവനാണ്. സഹായത്തിന് വേണ്ടി പരമേശ്വരൻ പലരെയും വിളിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും കഴിയുവാണ് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് പത്മിനി പറയണേ, മുമ്പൊക്കെ ഏട്ടനോട് എത്ര താഴ്മയോടും വിനയത്തോടും കൂടി സംസാരിച്ചവരായിരുന്നു അവരൊക്കെ. ഇപ്പോൾ കണ്ടില്ല അവരുടെ സംസാരമൊക്കെ. അന്നേരം പരമേശ്വരൻ പറയണേ, അവരിനി അങ്ങനെയല്ലേ സംസാരിക്കൂ. ഞാനിപ്പോൾ തോറ്റുപോയവനല്ലേ എല്ലാ അർത്ഥത്തിലും. അങ്ങനെ അച്ഛൻ്റെ വാക്കുകളൊക്കെ കേട്ട് വരണ്ടും വല്ലാതെ സങ്കടമാകുവാണ് കേട്ടോ. ഇതേ സമയം ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊക്കെ കൽപ്പന ഉർവശിയും കൂടി ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്.
അത് കേട്ട് ചന്ദ്രശേഖരൻ സന്തോഷത്തോടെ പറയണേ, കണിമംഗലത്തിപ്പോൾ നടക്കുന്ന ഓരോ സംഭവങ്ങളുടെ പിന്നിൽ ഞാൻ തന്നെയാണ്. ഇതിനുള്ള പണികളെല്ലാം തുടങ്ങി വെച്ചത് ഞാൻ തന്നെയാണ്. എന്നെ നിന്നെ നമ്മുടെ മോനെയൊക്കെ നരകിപ്പിച്ചതിന് ആ കുടുംബം ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങാൻ പോകുവാണ്. അവർ കിടന്ന് അനുഭവിക്കും. ആ കാഴ്ച നമ്മൾ സന്തോഷത്തോടെ കാണും. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്ടോ ചന്ദ്രശേഖരൻ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്